64 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ച ഒരു കരാർ. അയൽ രാജ്യങ്ങളെങ്കിലും അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തുടർന്നു പോന്ന ഇന്ത്യ പാക് ബന്ധം കൂട്ടിയോജിപ്പിച്ചതിലെ ഏറ്റവും ശക്തമായ ചരട് സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി. ഉടമ്പടിക്ക് ശേഷം പലവരും ഇന്ത്യ പാക് ബന്ധത്തിൽ വിള്ളലുണ്ടായി. സംഘർഷങ്ങൾ പലതുണ്ടായി. യുദ്ധകാലത്ത് പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന ആ ജലകരാറിൽ ഇന്ത്യ കൈവച്ചില്ല. ഒരു യുദ്ധകാലത്തും കരാർ മരവിപ്പിച്ചുമില്ല. എന്നാൽ 65 വർഷത്തിനിപ്പുറം പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ 90% വെട്ടിച്ചുരുക്കി. അതിനൊപ്പം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി. സിന്ധു നദീജല കരാർ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ മരവിപ്പിച്ചു. ജന്മമെടുത്തത് മുതൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാനുമായി ഇന്ത്യ ഒപ്പുവെച്ച ഈ കരാറിന് ചരിത്രപരമായ പ്രാധാന്യമേറെയുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനൊപ്പം ഇന്ത്യൻ മണ്ണിനെ വിഭജിച്ച് പാകിസ്ഥാന് രൂപം കൊടുത്ത ആ നീക്കം തന്നെയായിരുന്നു സിന്ധു നദിയിലെ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ കരാറിലേക്ക് നയിച്ചത്. 2 രാജ്യങ്ങളായി മാറിയതിന് പിന്നാലെ പാകിസ്ഥാൻ നദീജലത്തിൽ അവകാശമുന്നയിച്ചതോടെ പ്രശ്നം ഗുരുതരമായി. നദിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പതിവായതോടെ 1948 ഇന്ത്യ താത്കാലികമായി പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം നിർത്തിവെച്ചു. 1948 ഏപ്രിലിൽ ഇന്റർ ഡൊമിനിയൻ ഉടമ്പടി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് അതോടെയാണ്. നൽകുന്ന ജലത്തിന് പകരമായി പാകിസ്ഥാൻ വർഷം നിശ്ചിത തുക നൽകണമെന്നായിരുന്നു ഉടമ്പടി. എന്നാൽ തർക്കങ്ങൾ വീണ്ടും തുടർന്നതോടെ ഉടമ്പടി വൻ പരാജയമായി. ഇതിനിടെ പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലുമെത്തി. അതിനിടെ 1951 സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളിലുമുള്ള ജലസേചന പദ്ധതികൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായത്തിനായി ഇരു രാജ്യങ്ങളും ലോകബാങ്കിനെ സമീപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 സിന്ധു നദീജല കരാർ രൂപപ്പെടുന്നത്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഒപ്പുവെച്ചതോടെ സിന്ധു നദീജല കരാർ നിലവിൽ വന്നു. ലോകബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് WAB ഇലിഫാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ കൃത്യമായി പാലിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള കമ്മീഷണർമാരുൾപ്പെട്ട കമ്മീഷൻ നിലവിൽ വന്നു. കരാർ പരിപാലിച്ചു പോരുന്നതിന്റെ ഭാഗമായി വാർഷിക യോഗങ്ങളും ഡേറ്റ കൈമാറ്റങ്ങളും തർക്ക പരിഹാരങ്ങളും യഥാവിധി നടന്നുപോന്നു. കരാർ പ്രകാരം സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 6 പ്രധാന നദികളുടെ ജലവിതരണം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വിഭജിക്കപ്പെട്ടു. കരാർ പ്രകാരം സിന്ധു, ഝലം, ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമായിരിക്കും. ആർക്കും നൽകാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇരു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇതുപ്രകാരം സിന്ധു നദീ വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ്. പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിധിയില്ലാതെയും ഇന്ത്യക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും പരസ്പരം അറിയിക്കണം. അത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സുതാര്യവുമായിരിക്കണം. പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയും കാർഷിക മേഖലയുമായ പഞ്ചാബിന്റെ പ്രധാന ജലസേചന മാർഗവും സിന്ധു നദിയിലെ ജലമാണ്. പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷി, ജലവൈദ്യുതി ഉൽപാദനം, കുടിവെള്ള വിതരണം എന്നിവയെല്ലാം സിന്ധു, ഝലം, ചിനാബ് നദികളെ ആശ്രയിച്ചാണ്. പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സിന്ധു നദീജല കരാർ നിർണായകമാകുന്നതും അങ്ങനെയാണ്. ഇവിടെ ഇന്ത്യ സംഭരണ ഡാമുകൾ നിർമ്മിക്കുകയോ ഏതെങ്കിലും നിർമ്മാണ പ്രവൃത്തി നടത്തിയാൽ പോലും ജലലഭ്യതയെ സാരമായി ബാധിക്കാം. ഇത് കണക്കിലെടുത്ത് 3 യുദ്ധങ്ങൾ, 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ആക്രമണം, ഉറി ഭീകരാക്രമണം തുടങ്ങിയ സംഭവങ്ങളിൽ പോലും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയില്ല. എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യയെ ചരിത്രപരമായ തീരുമാനത്തിലേക്കാണ് നയിച്ചത്. കരാർ മരവിപ്പിക്കുന്നതിലൂടെ ഇനിയും ക്ഷമിക്കാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് പാകിസ്ഥാനും ലോകത്തിനും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. പഞ്ചാബിലെ കാർഷിക മേഖലയെ ആകെ തകിടം മറിക്കാൻ കെൽപ്പുള്ളതും പാകിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമത്തിനടക്കം കാരണമാകുന്നതുമാണ് ഇന്ത്യയുടെ പിന്മാറ്റം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യക്ഷാമം കൂടി നേരിടുക എന്നത് പാകിസ്ഥാന് കടുത്ത വെല്ലുവിളിയാകും. സിന്ധു നദീജല കരാറിന്റെ റദ്ദാക്കൽ പാകിസ്ഥാന്റെ സാമ്പത്തികവും കാർഷികവുമായ മേഖലകളിൽ കടുത്ത പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ജലലഭ്യത ഇല്ലാതായാൽ
കാർഷിക മേഖലയാകെ തകിടം മറിയും. ഉൽപ്പന്നം കുറയുന്നത് ഇതിനകം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന രാജ്യത്തെ ഭക്ഷ്യക്ഷാമത്തിലേക്കാകും നയിക്കുക. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലകളിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി സിന്ധു നദിയെയും അതിന്റെ പോഷക നദികളെയുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. കരാർ മരവിപ്പിക്കുന്നതിലൂടെ കടുത്ത ജലക്ഷാമത്തിന് കാരണമാകും. ജലലഭ്യത കുറയുന്നത് നഗര ഗ്രാമീണ മേഖലകളെയാകും കാര്യമായി ബാധിക്കുക. കൃഷിയാണ് പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം. കാർഷിക മേഖലയിലെ തകർച്ച പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സിനെയാണ് ഇല്ലാതാക്കുക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറയുന്നത് പാകിസ്ഥാന്റെ ആഗോള വ്യാപാരത്തെ പോലും ദുർബലപ്പെടുത്തും. ഭീകരാക്രമണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇന്ത്യ പാക് ബന്ധത്തെ ആകമാനമാണ് ഉലച്ചത്. സഹകരണവുമായി മുന്നോട്ടില്ലെന്ന തീരുമാനം സാരമായി ബാധിക്കുകയും പാകിസ്ഥാനെയാകും. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുണ്ടായ കരാറാണെന്നിരിക്കെ കരാറിലെ പിന്മാറ്റം ഇന്ത്യക്കും എളുപ്പമായിരിക്കില്ല. പാകിസ്ഥാൻ ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിലോ മറ്റ് അന്താരാഷ്ട്ര വേദികളിലോ ഉന്നയിച്ചേക്കാം. ഇത് വീണ്ടും മറ്റൊരു മാർഗം തുറന്നേക്കാം. അല്ലെങ്കിൽ 64 വർഷത്തെ സഹകരണത്തിന്റെ അവസാനമായി മാറുകയോ ഇന്ത്യ പാക് ബന്ധം മറ്റൊരു തലത്തിലേക്ക് മാറുകയോ ചെയ്തേക്കാം. നടപടി ആഗോളതലത്തിൽ തന്നെ രാജ്യങ്ങൾ തമ്മിൽ നിലവിലുള്ള നദീജല കരാറുകളുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാകാം. ചുരുക്കത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ പാകിസ്ഥാന്റെ കാർഷിക, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം കടുത്തതാകും.